sees my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ പുതിയ മഹീന്ദ്ര ബൊലേറോ നിയോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് റിവ്യൂ ചെയ്യാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരുള്ള ആനന്ദ് കാർസിലാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ സെയിൽസ് ആൻഡ് സർവീസിനൊക്കെ നമുക്ക് ആനന്ദ് കാർസിനെ സമീപിക്കാവുന്നതാണ്. ആനന്ദ് കാറിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാം ചെയ്ത് കിട്ടും. അതായത് വൺ സ്റ്റോപ്പ് എന്ന് നമുക്ക് പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ്, സർവീസ്, ബോഡി ഷോപ്പ്, ഇൻഷുറൻസ് എന്ത് വേണം എല്ലാം നമുക്ക് ഇവിടെ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മഹീന്ദ്ര നിയോസിൻ്റെ ഒരു റിവ്യൂയിലേക്ക് നമുക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ബൊലേറോ നിയോസ് ആണ്. അപ്പോൾ 20 വർഷത്തെ ഒരു ജേർണിക്ക് ശേഷം അടിപൊളി മാറ്റങ്ങൾ, അതായത് പുതിയ ഡിസൈനോട് കൂടിയാണ് മഹീന്ദ്ര പുതിയ ബൊലേറോ നിയോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സുപ്രീം ഡ്രൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹീന്ദ്ര ഈ വാഹനത്തിന് 5 ഹൈലൈറ്റഡ് പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ഓതൻറ്റിക് SUV ഡിസൈൻ വിത്ത് മോഡേൺ എലമെൻറ്റ്സ്. അപ്പോൾ ആ ബൊലേറോയുടെ പഴയ ആ തനതായ ശൈലി നിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ഡിസൈനാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്ര സ്കോർപിയോയുടെ അതേ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ആ ചാസിയിൽ തന്നെയാണ് ഈ ഒരു വാഹനവും നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് സോളിഡ് പെർഫോമൻസ് ഗോ എനിവെയർ കപ്പാസിറ്റി, അതായത് ഈ വാഹനത്തിൻ്റെ ഒരു മാക്സിമം പവർ എന്ന് പറയുന്നത് 100 bhp ആണ്. 260 Nm ടോർക്കും കൂടി ഈ വാഹനത്തിന് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ N10 ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് നമുക്ക് മൾട്ടി ടെറൈൻ ഓപ്ഷൻ നൽകുന്നത്. അത് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ മഹീന്ദ്ര അടുത്ത് തന്നെ അവതരിപ്പിക്കുന്നതുമാണ്. മൂന്നാമതായിട്ട് പ്രീമിയം ഇൻറ്റീരിയേഴ്സ്, അതായത് മഹീന്ദ്ര ബൊലേറോയിൽ നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ശൈലിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു കാറിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു പുതിയ ഇൻറ്റീരിയേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നാലാമതായിട്ട് റിമാർക്കബിൾ സേഫ്റ്റി, അതായത് മഹീന്ദ്ര ബൊലേറോയുടെ വാഹനങ്ങൾ നിങ്ങൾക്കറിയാം, അതായത് ഏത് കണ്ടീഷനിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാഹചര്യത്തിലും ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ USP എന്ന് നമുക്ക് പറയാം. ABS, EBD അങ്ങനെ എല്ലാ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിനും നൽകിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് ലോ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ്. മഹീന്ദ്രയുടെ വാഹനങ്ങളുടെ ഏറ്റവും ഒരു USP എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് തന്നെയാണ്. അതായത് ഈ ഒരു വാഹനത്തിന് കമ്പനി സർട്ടിഫൈഡ് ചെയ്ത ARI മൈലേജ് എന്ന് പറയുന്നത് 17.2 km/ലിറ്റർ ആണ്. അടുത്തായിട്ട് നമ്മൾ മഹീന്ദ്ര ബൊലേറോ നിയോസിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഇതിൻ്റെ ഒരു ഗ്രില്ലുകളുടെ ഡിസൈൻ തന്നെയാണ്. അതായത് ഹണികോം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതുകൂടെ തന്നെ ക്രോം ഇൻസെറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ മനോഹരമായി തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് മഹീന്ദ്രയുടെ ഒരു ലോഗോ കാണാം. ആ ഒരു ക്രോം ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വലിയൊരു ലോഗോ കാണാൻ വളരെ മനോഹരമായിരിക്കും. പിന്നെ നമ്മളൊരു ഹെഡ് ലാമ്പ് യൂണിറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അതായത് കോർണറിംഗ് ഫംഗ്ഷനോട് കൂടി ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റുകളാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് DRLസും വരുന്നുണ്ട്. ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് ഷേപ്പ് ഡിസൈനുള്ള ഒരു ബമ്പറാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ടും ഒരു ഹണികോം പാറ്റേണോട് കൂടിയ ഒരു ബ്ലാക്ക് കളർ ഫിനിഷോട് കൂടിയ ഒരു എയർ ഡാമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഗ്രില്ലുകളുടെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു SUV സ്കിഡ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വാഹനത്തിന് ആ ഒരു SUV സ്റ്റാൻഡ്സ് നൽകാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ വളരെ ഭംഗിയുണ്ട്. പിന്നെ ആ ഒരു ബമ്പറിന് ഇരുവശങ്ങളുമായിട്ട് തന്നെ ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഫോഗ് ലാമ്പ് ക്ലസ്റ്ററിൻ്റെ അടുത്ത് പോലും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിന് അത്രയധികം ഒരു അട്രാക്റ്റീവ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ബൊലേറോ നിയോസിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലെങ്ത് ഏകദേശം 399 mm ആണ്. ഹൈറ്റ് ഏകദേശം 1817 mm ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഹെഡ് റൂം ഈ വാഹനത്തിന് ഉണ്ട്. നല്ലൊരു വീൽ ബേസ് ഉള്ള ഒരു വാഹനം കൂടി തന്നെയാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ ഗ്ലാസ് പോലെ നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു എയറി ഫീലിംഗ് വരും. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ BC പില്ലറെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്നത്, അതായത് ബൊലേറോയുടെ തന്നെ ഒരു സിഗ്നേച്ചർ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിലെ ഒരു ഫെൻഡർ മുതൽ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സൈഡ് തൊട്ട് പിന്നിലേക്ക് നീളുകയും ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക് കളറിലെ ഒരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന പ്രത്യേകത, ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബോഡി ലൈൻസ്, വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബോഡി ലൈൻസ് ഒക്കെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു സ്കേർട്ടിംഗ് ലൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് കൂടി നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വീൽ ആർച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലാഡിംഗ് ആണ് ഇതിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഒരു SUV ലുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസ് ആണ് നമ്മുടെ മഹീന്ദ്ര ബൊലേറോ നിയോസിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു വീലിൻ്റെ ഒരു ഡിസൈനെ
കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല റോഡ് ഗ്രിപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു ടയർ പ്രൊഫൈൽ കൂടി മഹീന്ദ്ര ബൊലേറോ നിയോസിനുണ്ട്. ഇതാണ് ബൊലേറോ നിയോസിൻ്റെ ഒരു റെയർ പ്രൊഫൈൽ എന്ന് പറയാം. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്പെയർ വീലിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് പിന്നിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷ് കവറൊക്കെ കാണാം. ഇവിടെ നമുക്ക് ബൊലേറോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്കിവിടെ ഒരു മഹീന്ദ്രയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. ഈ ഒരു കവർ നമുക്ക് N10-നുമാണ് ലഭിക്കുന്നത്, ഒരു സിൽവർ കളർ. ഇവിടെ നമുക്കൊരു ബൊലേറോ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഇവിടെ മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. അല്ലാത്ത വേരിയൻറ്റുകളല്ല, ബോഡി കളറിലെ ഒരു കവറായിരിക്കും ഈ വീലിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിയോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ബൊലേറോ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കളർ ഒരു ഹാൻഡിലാണ് വരുന്നത്. പിന്നെ ഇവിടെ വാഷർ വൈപ്പർ കൊടുത്തിട്ട് ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൂടി ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു മസ്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി, അതായത് ഫുഡ് സ്റ്റെപ്പ് കൂടി നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് പാർക്കിംഗ് സെൻസേഴ്സ് കൂടി ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലുക്കോട് കൂടിയ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ബമ്പറിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ താഴത്തായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പാർട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് ഇരുവശങ്ങളുമായിട്ട് നമുക്ക് റിഫ്ലക്ടറും മറ്റും കാണാവുന്നതാണ്. അടുത്തായിട്ട് നമുക്കൊരു ബൂട്ട് സ്പേസ് നോക്കാം. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് നമുക്കിവിടെ പിന്നിൽ നമുക്കൊരു 3rd റോ സീറ്റ് കൂടി വരുന്നുണ്ട്. അപ്പം ഇത് ബൂട്ട് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ യാത്രക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാവുന്നതുമാണ്. ഒരുപക്ഷെ അത്യാവശ്യം നല്ലപോലെ ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റുകളാണ്. അതായത് ഈ ഫേസ് ടു ഫേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. മിക്ക വാഹനങ്ങളും ഒരുപക്ഷെ നമുക്ക് ലൈൻ അപ്പോഴുള്ള സീറ്റ് ആകുമ്പോഴത്തേക്ക് അത്ര നമുക്ക് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു അഡൽട്ടിനും അല്ലെങ്കിൽ ചിൽഡ്രൻസിനും ആർക്ക് വേണമെങ്കിലും ഇരിക്കാം. നല്ല ഹെഡ് റൂമും ഉണ്ട്, പിന്നെ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ ആരും ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ഈ ഒരു സീറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ലഗേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ സീറ്റ് ഇതുപോലെ ഈ 2 സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് കൂടുതൽ ലഗേജ് സ്പേസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ N8 N10 ഓപ്ഷനിൽ നമുക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്വഞ്ചേഴ്സ് ജേർണി അല്ലെങ്കിൽ ഇഷ്ടംപോലെ ലഗേജ് ഒക്കെ ഉള്ള സമയത്ത് അധികം ആൾക്കാരില്ലെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രധാന പ്രത്യേകത. ഇവിടെ നമുക്ക് അതിനായിട്ടൊരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് കിട്ടുന്നത്. ഇതാണ് ഈ ഒരു നിയോസിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മഹീന്ദ്ര ബൊലേറോ നിയോസിൻ്റെ 2nd റോയിലാണ് ഇരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റുകളാണ്. അതുകൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിന് മറ്റൊരു പ്രധാന കാരണം, കൂടുതലായിട്ടൊരു സ്പേസ് കിട്ടാനുള്ള കാരണം ഈ സീറ്റുകളെല്ലാം തന്നെ സ്കൂപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഹെഡ് റൂമും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തിരിക്കുമ്പോൾ നല്ലൊരു എയറി ഫീലിംഗ് ആണ്, നല്ലൊരു ഫ്രഷ് ഫീലിംഗ് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു ഉൾഭാഗത്ത് നല്ല വെളിച്ചവും മറ്റും ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2nd റോയിൽ നമുക്ക് റൂഫ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2nd റോയിൽ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സിൽവർ ഫിനിഷോട് കൂടി ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മഹീന്ദ്ര ബൊലേറോ നിയോസിൻ്റെ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്, നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റുകളാണ്. അതുപോലെ തന്നെ ഈ സീറ്റുകൾ നമുക്ക് മാനുവലായിട്ട് സീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത, ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, എന്നാൽ ടെലസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വരുന്നില്ല. അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയെ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ ഡീഫോഗറിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ ഇക്കോ മോഡുണ്ട്. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ORVF-ൻ്റെ ആ ഒരു കൺട്രോൾ നൽകിയിരിക്കുന്നത്. മുൻവശത്തെ ഡോർ പാഡുകളിലും അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സും മറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ആംറെസ്റ്റ് പോലെയാണ്, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൈവെക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മൾ 2nd റോ സീറ്റിൽ കണ്ടതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷോട് കൂടിയ ഒരു ഹോൾഡർ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് ഏരിയയുടെ തൊട്ട് അടുത്തായിട്ട് തന്നെ സ്പീക്കേഴ്സ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിന് നമുക്ക് ഇവിടെ ഒരു ട്വീറ്റർ കൂടി നൽകിയിട്ടുണ്ട്. ബൊലേറോ നിയോസിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമുക്കൊരു പുതിയൊരു അട്രാക്റ്റീവ് ഫീൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് എയർ ബാഗ്സ് അല്ല, ഡുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. ഒരു ടച്ച് സ്റ്റേജ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബ്ലാക്ക് ഡാഷ്ബോർഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു AC വെൻറ്റുകൾ എന്ന് പറയുക. ഇവിടെ സിൽവർ ഗാർണിഷൊക്കെ കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മധ്യത്തിലായിട്ട് തന്നെയാണ് നമുക്കൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മഹീന്ദ്ര ലോഗോ വരുന്നതാണ്.
ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് ഈ വാഹനത്തിന് അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കിവിടെ മീഡിയ, റേഡിയോ, ഫോൺ, കാർ ഇൻഫോ, സെറ്റിംഗ്സ് അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാർ ഇൻഫോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ ഇൻഫോ, പിന്നെ അലേർട്സ്, അതുകൂടെ തന്നെ DRL നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓണേഴ്സ് മാനുവൽ നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് വീഡിയോ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയും. നമുക്ക് എല്ലാം, അതായത് ഏതൊക്കെ സെറ്റിംഗ്സ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്കിവിടെ ഒരു ഹസാർഡ് സ്വിച്ചസ് നമുക്കിവിടെ കാണാവുന്നതാണ്. പിന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഈ ഒരു സിസ്റ്റത്തിന് ചുറ്റുമായിട്ട് കൊടുത്തിരിക്കുന്നത്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് തന്നെ ഒരു സിൽവർ ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കാണാവുന്നതാണ്. വോളിയത്തിൻ്റെയും അതുകൂടാതെ തന്നെ നമുക്ക് ട്യൂണിങ് ചെയ്യാനുള്ള ഒരു നോബെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷോട് കൂടി ആ ഒരു നോബൊക്കെ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ കാണാവുന്നത്. ഇവിടെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു AC കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ ഒരു നോബ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് AC കാണാം. AC വിത്ത് ഇക്കോ മോഡ് വരുന്നതാണ്. നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ USB പോർട്ട്, പിന്നെ ഓക്സ് കൂടി നൽകിയിരിക്കുന്നു. പിന്നെ ഈ ഒരു ഗിയർ ലീവറിന് തൊട്ട് അടുത്തായിട്ടും തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ സെൻട്രൽ കൺസോളിലും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിരിക്കുന്നത്. കപ്പ് ഹോൾഡേഴ്സും ബോട്ടിൽ വെക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ നൽകിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് ഡോക്യുമെൻറ്റ് വെക്കാൻ പറ്റിയ ഒരു സ്ഥല സൗകര്യമുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ് നിയോസിന് നൽകിയിരിക്കുന്നത്. സൺവൈസറിലേക്ക് നമുക്കൊരു മിറർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാസഞ്ചർ സൈഡിൽ മാത്രമാണ് ഉള്ളത്. ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈവിംഗ് സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു തിങ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. ഒരു മീറ്റർ കൺസോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈനുള്ള, നല്ലൊരു കളർഫുള്ളായിട്ടൊരു ഡിസൈൻ തന്നെയാണ്. നമുക്കിപ്പം ഇത് ഓണാക്കുന്ന സമയത്ത് ബൊലേറോയിൽ നിന്നൊരു വെൽക്കമിങ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതുകൂടെ തന്നെ ഒരു ബൊലേറോ നിയോസിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിൽ നമുക്ക് ഒരു ഡ്രൈവറിന് അത്യാവശ്യം ഈ വാഹനത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുവാണെങ്കിൽ കോർണേഴ്സുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്ക് ഓഡിയോ കൺട്രോൾസും മറ്റും നൽകിയിരിക്കുന്നു. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളും മറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. പിന്നെ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരു സിൽവർ ഫിനിഷെല്ലാം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഒരു മനോഹരമായ ഒരു ഡിസൈനായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് മൈക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റിംഗ് ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇതാണ് മഹീന്ദ്ര ബൊലേറോ നിയോസിൻ്റെ ഒരു എൻജിൻ ബേ എന്ന് പറയാം. വളരെ നീറ്റായിട്ടുള്ളൊരു എൻജിൻ ബേ ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ ഡീസലാണ്. എംഹോക്ക് എഞ്ചിനാണ് വരുന്നത്. ഏകദേശം പവർ എന്ന് പറയുന്നത് 100 bhp ആണ് വരുന്നത്. അത് 3750 RPM ലഭിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ ടോർക്കിലേക്ക് വരുമ്പോൾ 260 Nm ടോർക്കാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൊലേറോ നിയോസ് ആണ്. അതായത് ഇതിൻ്റെ ഒരു എഞ്ചിൻ പവറിനെ കുറിച്ച് പറയുമ്പോൾ 100 bhpയും 260 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു പവർ ഫിഗറാണ് ഉള്ളത്. അത് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോൾ ഒരു ലീനിയൻ്റ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ് തോന്നിയത്. ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഒട്ടും മടിപ്പിക്കാതെ കയറി പോകുന്നുണ്ട്. വണ്ടിക്ക് നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഏകദേശം 2215 കിലോഗ്രാം വരും. ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് ഫീൽ ലഭിക്കുന്നുണ്ട്. ലാഡർ ഫ്രെയിം ചാസിയിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പീഡിലൊക്കെ സ്റ്റിയറിംഗ് വീൽ വളരെ മികച്ച ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് തരുന്നുണ്ട്. സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. ലോ സ്പീഡിലൊക്കെ ഈ ഒരു വാഹനത്തെ ഓടിക്കാൻ കഴിയുന്നുണ്ട്. നല്ല വിസിബിലിറ്റി ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു ലീഫ് സ്പ്രിങ്ങോട് കൂടിയ ഒരു ബൊലേറോയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൽ നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. മികച്ച രീതിയിലുള്ള ഒരു ബ്രേക്കിങ്ങും പറയേണ്ട കാര്യം തന്നെയാണ്. വളരെ കുറഞ്ഞ ഒരു ടേണിംഗ് റേഡിയസ് ആണ് തോന്നിയത്. സിറ്റിയിലും ഹൈവേയിലും ഒരേപോലെ വളരെ അനായാസമായി ഓടിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് കമ്പനി സർട്ടിഫൈഡ് മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 17.2 km/ലിറ്റർ ആണ്. മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അതായത് മുന്നിലെ ഡ്രൈവർ പാസഞ്ചർ സീറ്റിൽ നമുക്ക് ആംറെസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പറ്റും. ഈ ഒരു വാഹനം ഏതു തരത്തിലുള്ള റോഡുകളിലും ഓടിക്കാൻ കഴിയുന്നതെന്നാണ് അതിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. മഹീന്ദ്ര ഈ വാഹനത്തിന് 1 lakh കിലോമീറ്റർ പരിധിയുള്ള 3 വർഷത്തെ വാറൻറ്റി നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല കംഫർട്ടുള്ളതും ഓടിക്കാൻ സുഖമുള്ളതും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര ബൊലേറോ നിയോ. N10 ഓപ്ഷണൽ വേരിയൻറ്റ് താമസിക്കാതെ തന്നെ എത്തുന്നതാണ്. അതിൽ മൾട്ടി ടെറൈൻ ടെക്നോളജി കൂടെ ഉണ്ടാകും എന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത. അപ്പോൾ ഏകദേശം ഒരു 10 lakh എക്സ്-ഷോറൂം പ്രൈസിൽ എല്ലാ സാങ്കേതിക വിദ്യയുള്ള ഒരു അടിപൊളി SUV. മഹീന്ദ്ര ബൊലേറോയുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം.